ഗൈസ്, വെൽക്കം ടു ഗോകാച്ചി വ്ളോഗ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഓഗസ്റ്റ് 18 അല്ലേ. ഞാൻ ഇപ്പോൾ റെഡിയായി, കുറെ പെട്ടികളൊക്കെ ആയിട്ട് ഞാൻ പോവാണ്. നാട് വിട്ട് പോവല്ല, എവിടേക്കാ പോണേ, എങ്ങടെ പോണേ? അമ്മാവന്റെ മകന്റെ കല്യാണത്തിന്. പഠിച്ച് പറയാട്ടാ. അപ്പോ എന്തിനാ എവിടെയാ കണ്ണട എവിടെയാ? അച്ഛൻ്റെ നാശല അച്ഛൻ ഇങ്ങനെ സുന്ദരനല്ലേ, നോക്കിയാ നരച്ച് കുമ്പളങ്ങായിട്ട് എന്ത് രസാ അല്ലേ. ചുള്ള ലേറ്റ് ആയില്ലേ അച്ഛാ നമ്മള് അല്ലെ? എന്താല്ലേ കറക്റ്റ് ഒരു 10:40 ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലേറ്റ് ആയിട്ട് എത്താൻ പാടുണ്ടോ? 10:30 അവിടെ എത്തണം. അപ്പൊ 10:08 ആയിട്ടില്ല അച്ഛൻ, ടെൻഷൻ ആവണ്ട. എന്താ അച്ഛന് പറയാല പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ? അല്ല, ടൈം മാനേജ്മെന്റ് എപ്പോഴും കീപ്പ് ചെയ്യണം. അതച്ഛന് നടപ്പിൽ വരുത്തണം. അപ്പൂനത് ലെവലേശല്ല അച്ഛക്ക്, പക്ഷെ അത് കറക്റ്റ് അല്ലേ? എന്താ പറയാ അച്ഛന്? ശരി, നോനാണെങ്കിലും ഓക്കെ. കല്യാണ ചെക്കൻ വിളിച്ചോണ്ടിരിക്കുന്ന ചെക്കന് കെട്ടാൻ മുട്ടി തുടങ്ങി. നമ്മള് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 10 മിനിറ്റ് 5 മിനിറ്റിലെത്തും. Come on. Let's go. വിറ്റമിൻ ഡി എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ. മതി. എന്റെ ബാഗും പിടിച്ച് നടക്കാൻ നോക്കി സ്നേഹം ചേച്ചി മസ. ഇതാരാ ഇത്? അല്ലാർപ്പിയെ നിന്റെ കല്യാണത്തിന് പോണേ നമ്മൾ കോട്ടയ്ക്കനല്ലേക്കല്ലേ പോണേ. ഇവന് അപ്പുചേട്ടനാണ് അമ്മുന് നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തത്. അമ്മു കാല് കാണിച്ചു കൊടുക്ക്. അതിന്റെ ഭാഗത്ത് കാണാൻ അല്ലേ. ഈ മുടി വളരാൻ കാരണം ആരാ? അപ്പുചേട്ടനാ. അറിയില്ല മോളെ, അപ്പുചേട്ടൻ അവൻ പറഞ്ഞത് മിണ്ടാണ്ടിക്ക് കുട്ടിയുടെ മുടി നീളം വെച്ചില്ല. ഈ ഒരു മാതിരി നമ്മൾ ആക്ച്വലി നിങ്ങളുടെ കല്യാണത്തിന് പോണ പോലെ ഇല്ല, നമ്മൾ അക്കുന്റെ കല്യാണത്തിന് പോവാ. നീ ജസ്റ്റ് അവിടെ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോണു. അതെ, പരിപാടിയൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ അറിയാനായിട്ട്. പുതിയ കണ്ണട കൊള്ളാട്ടെ. ഒരു സന്തോഷം നോക്കിയേ പിള്ളേരുടെ ലേസും കൊണ്ട്. ശരി, അതിന് വേണ്ട, നിങ്ങൾ കഴിക്കണ്ട. എനിക്ക് ഗ്രീനാ ഇഷ്ടം, ഗ്രീനാ ഇഷ്ടം എനിക്ക്. ഫിഷിലൊന്ന് മെസ്സിയാ ഗോഗു അല്ല, ഗോഗു റൊണാൾഡോ. അതെ, അതെന്താ സാധനം? അതെന്തായിരുന്നു സാധനം ഗോഗു? ഞാൻ ചെക്കനെ ഇതാക്കല്ലേട്ടാ. ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ കയറി കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ. ഇനി ഇതിൽ കൂടുതൽ ഭാഗ്യം എന്ത് വേണം? ഗോഗു ട്രെയിൻ നോക്ക്. ഇഷ്ടായ സൂക്ഷിച്ച് കയറിട്ടാ, ട്രെയിനിൽ കയറാ. ഉണ്ണേട്ടാ ധൃതി പിടിക്കല്ലേ, ക്ഷമ വേണം ജീവിതത്തിൽ, ക്ഷമ വേണം കേട്ടാ. പതുക്കെ കയറിക്കോളോ എല്ലാരും. ഇപ്പോ 1 2 3 4 ഇപ്പോ 4 5 5 5 5 കൊടകര 6. ശരി മക്കള്, പോയിട്ട് വാട്ടാ. അയ്യോ, ഞാനുണ്ട് ഗൈസ്. ഓക്കേ, ഗോഗു എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഉണ്ണിയുടെ ഫസ്റ്റ് ടൈമാ? നല്ലതായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റില്ലേ? നമുക്ക് ന്യൂസ് പേപ്പർ ഒക്കെ ഉണ്ട് അവിടെ. മൈലാഞ്ചേർന്ന തിരക്കിലാണ്. നമ്മുടെ മൾട്ടി ടാലന്റഡ് ഗേൾ നമ്മുടെ കൂടെ ഉള്ളത്. ട്രെയിനിൽ മൈലാഞ്ചിയുടെ അത്രയും ഡെഡിക്കേഷൻ. ഇതേപോലെ തിട്ടാ മതി, സിമ്പിൾ. വട്ടത്തിന്റെ ഒരു താറാവായി
നമ്മുടെ അപ്പുചാട്ടനും കിരൺ ചാട്ടനും അർപ്പിയും കുറച്ച് ഫ്രണ്ടിലാണ്. കല്യാണത്തിന് മുന്നേ ജീവിതം എന്താന്ന് പഠിക്കുന്ന അരവിന്ദ് കോഴിപ്ര സുഡോക്കു സോൾവ് ചെയ്ത് കല്യാണത്തിന് പോകണം എന്നാണ് അവൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ചെയ്യും. എല്ലാവർക്കും പറ്റും. ഇതൊരു ഗ്രീൻ സൈൻ ആവാണ്. ഇതൊരു ഗ്രീൻ സൈൻ ആണ് കേട്ടോ. ഭഗവാൻ, ഞങ്ങൾ പറഞ്ഞു കിരൺ ചേട്ടാ ഇതിലവൻ ജയിച്ച അവൻ ജീവിതത്തിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അവൻ മിടുക്കനായിരിക്കും. അപ്പൊ ടെൻഷനായി, ആ ഒരു പേടി കൊണ്ട് അവനെല്ലാം ശരിയാക്കി. ഓ യാ അപ്പുചേട്ടന് കൊടുക്കായിരുന്നു സോൾവ് ചെയ്യാൻ. കഴിഞ്ഞില്ല ഇത്. വാവ്, ഇതിലും ഭാഗ്യന് എന്ത് വേണം? കല്യാണത്തിന് മുമ്പ് ഇത്രയും സുഖ സൗകര്യത്തോട് കൂടിയിട്ട്. ഗൈസ്, ഞാനൊരു പവർ നാപ്പൊക്കെ എടുത്തിട്ട് എണീറ്റു. ഫുഡൊക്കെ വന്നു. സാമ്പാർ, റൈസ്, എന്തൊരു കറി, ചപ്പാത്തി, അങ്ങനെ. ഇവിടെ ചിക്കൻ വലിയ ആൾക്കാരാണ്. ഞാനും അമ്മും വെജ്. അവിടെ 2 ചിക്കൻസ്. ഹായ് ചിക്കൻ. അവിടെ 2 കോഴി. ശരിയായിട്ട് 2 കോഴികൾ തന്നെ. ഹായ് കോഴിക്കാർ, കോഴികൾസ്. ഇനി ഒരു 3 മണിക്കൂർ ഒക്കെ എടുക്കും നമ്മൾ എത്താനായിട്ട്. 2.5 മണിക്കൂർ. അപ്പോൾ ട്രെയിനിലാണല്ലോ നമുക്ക് യാത്ര ചെയ്യണോണ്ടപ്പോൾ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തൊരു കുഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. എങ്ങനെയുണ്ടോ എഡിറ്റ് ചെയ്തൊക്കെ ഏറ്റിട്ട് നോക്കട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. നിങ്ങൾ നോക്കി നോക്കും. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ അബുദാബി എയർപോർട്ട് എത്താറായി. ഹായ് മിസ്റ്റർ ഗോകുൽ. ഹായ് മിസ്റ്റർ കിരൺ മേനോൻ. ഹായ് മിസ്റ്റർ കോഴിപ്ര, ദ കല്യാണ ചെക്കൻ ഓഫ് ദ ഇയർ. നമ്മുടെ ചെക്കൻ ഒരു ചെക്കനായിട്ടാണ് പോകുന്നെങ്കിലും വരുമ്പോൾ 2 കുട്ടിയായിട്ടാണ് വരിക. സോറി, 1 കുട്ടി, ഭാഗ്യം ഉണ്ടെങ്കിൽ 2. അർപ്പി, ആർ യു എക്സൈറ്റഡ്? എന്തിനു വേണ്ടിട്ട്? രണ്ടാമത്തെ കുട്ടീനെ ഉണ്ടാക്കാൻ. ആ കുട്ടി ഉണ്ടാക്കാൻ എക്സൈറ്റഡ് ആണോ? പിന്നെ എന്താണ്? സോറി, പ്ലീസ് പറയൂ. അർപ്പി എന്തെങ്കിലും കുലീനമായിട്ടിരിക്കുന്നേ? ഓക്കെ, ചെക്കൻ കുറച്ച് ടെൻഷനിലാണ്. യാ, ഇറ്റ്സ് ഓക്കെ. എല്ലാം ഞാൻ ഇല്ലടാ കൂടെ, ഇനിയിപ്പോ പേടിക്കണ്ട. ശരിട്ടാ. അർപ്പി ഓക്കെ, നമ്മളങ്ങനെ ചെക്കിനൊക്കെ ചെയ്തു. എമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. കുറച്ച് പെർഫ്യൂമൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അർപ്പിക്ക് ഷെനേലൊന്നും ഇഷ്ടമില്ല എന്നാണ് പറയാൻ. പറ്റില്ല, അതിൽ കൂടിയതില്ല എന്നാണ് അവൻ പറയണത്. ഇല്ലാത്തതുകൊണ്ട് അവൻ എടുത്തില്ല. ഇപ്പം ഞങ്ങൾ ലോഞ്ച് കയറാനിരിക്കുകയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഗൈസ്, ഒരു ലോഞ്ചിൽ കയറാനുള്ള ഞങ്ങളുടെ അവസ്ഥ. അറപ്പി, ലോഞ്ചിൽ പോയിട്ട് രണ്ടെണ്ണം അടിക്കാനായി നമ്മൾ നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഗുരുവായൂർ പോകുമ്പോഴേ വലിയ ക്യൂ വെക്കുമ്പോൾ അമ്മോട് പറയാറുണ്ട് കാല് കളിക്കണോ പോവാൻ പോവാ. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ശാപമായിരിക്കും ഇനിയിപ്പോൾ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും തിരിച്ചു പോകേണ്ട നേരമായി. കുഴപ്പമില്ലടാ, ദൈവം ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഗുരുവായൂരപ്പ. ലോഞ്ച് കയറാൻ പോകുമ്പോൾ വിളിക്കാൻ പറ്റിയില്ല. കൊള്ളാം, എയർപോർട്ടൊക്കെ കൊള്ളാം. എനിക്ക് വിശക്കടാ, വിശക്കും. പറയൂ അർപ്പി, നാട്ടിലെത്തിയപ്പോഴൊരു വികാരം. അടിപൊളിയാണ്. 1 വർഷത്തിന് ശേഷം വീട്ടിൽ പോണു. പുതിയ വീട്, പുതിയ പെണ്ണ്, പുതിയ കല്യാണം. അല്ല, ആദ്യത്തെ കല്യാണം. എല്ലാം
അതെ എവിടെ നമ്മളെ പിക്കാൻ വരുന്നതൊക്കെ എവിടെ എവിടെ വരും ചേട്ടെത്തിടാ കരച്ചില് വരണ്ട കുഞ്ഞിന് പ്ലീസ് ഒന്ന് കരയൂ. എന്തിന് ചേട്ടൻ കല്യാണം കഴിച്ച് സൂക്ഷിക്കാൻ പോവാ എന്നിട്ട് ഞാൻ കരയണ നോക്കൂ നമ്മുടെ മഴയാണ് മഴ അർപ്പി നമ്മുടെ നാട്ടിലെ മഴ നീ ഒരു വർഷമായി കണ്ടിട്ട് അല്ലേ? വഴിയിൽ നിർത്തിക്കല്ല ചേട്ടാ ഉണ്ണേട്ടാ വഴിയിൽ നിർത്തിക്കല്ല ചേട്ടാ ഉണ്ണേട്ട ഫുള്ള് ഒടി തന്നെ ഒടി ഉണ്ണേട്ടാ. അല്ല 11-ാം മിനിറ്റില് പൈസ വേറെ കൊടുക്കണേ. അയ്യോ ഇങ്ങോട്ട് നോക്കൂ നമ്മളിപ്പോ എന്തിനാ പോണേ? അങ്ങോട്ട് തിരിഞ്ഞിക്ക് മനുഷ്യ അരവിന്ദിന്റെ കല്യാണത്തിന് എങ്ങോട്ടാ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വന്നത് മാനേവറിലേക്കല്ല കേട്ടോ. ഞങ്ങൾ ആക്ച്വലി എത്തി നെക്സ്റ്റ് ഡേ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ചെക്കന് ഡ്രസ്സ് എടുക്കണമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് മാനേവറിലേക്ക് വന്നു. പിന്നെ അവന് മുണ്ട് വേണം, ചെരുപ്പ് വേണം, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ അതിന് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ ഷോപ്പിങ്ങും കഴിഞ്ഞു. നമ്മള് ഇന്നലെ കല്യാണത്തിന് ഡ്രസ്സിന്റെ ഷോപ്പിംഗ് ആയിരുന്നു. അതെ ബില്ലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടിക്ക് എടുത്ത ബ്രേസ്ലെറ്റ് എന്തോ ശരിയായില്ല. അപ്പോൾ നമ്മളത് ശരിയാക്കാൻ ചെമ്മങ്ങൾ വന്നിരിക്കണം. അതും ഇപ്പോഴത്തെ ചേച്ചിമാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നു. അർപ്പിക്ക് ഇവിടെ ഭയങ്കര എന്താ പറയാ സ്പെഷ്യൽ കെയറൊക്കെയാണ്. ക്രീമൊക്കെ തേച്ചിട്ട് ഇറക്കുമ്പോൾ അതൊക്കെ ആക്ച്വലി എനിക്ക് 812 ഫോളോവേഴ്സ്. ചേച്ചി ഫോളോ ചെയ്യുന്നത് ഒരു 813 ഫോളോ ചെയ്യുന്നുണ്ട് ചേച്ചി. ചെയ്തട്ടാ ചേച്ചിനൊക്കെ ഞാൻ കാണിച്ചു തരാം. ചേച്ചിയുടെ പേരെന്താ? അങ്ങനെ അപ്പുചേട്ടനും അമ്മു എത്തി. അങ്ങനെ ഓരോരുത്തരും എത്തി തുടങ്ങി കേട്ടോ കല്യാണത്തിന്. കല്യാണം എടുക്കാറായി. ചെക്കൻ്റെ വീട് പണി കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഗോഗി എത്തി, കിരൺ ചേട്ടൻ എത്തി. അങ്ങനെ തലേ ദിവസമായി. അപ്പൊ എന്റെ ഈ ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ എന്തോ ഒരു പരിപാടി നടക്കാം. ചെക്കന്റെ കല്യാണ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ നോക്കൂ മേലെ ആരോ നോക്കൂ. ഇതാ ടെൻഷൻ കൊണ്ടവൻ ഷാറുഖ് ഖാൻ എന്താ പറയാ പുറത്ത് കൈ കാണിക്കുന്ന പോലെ. ഇവിടെ നമ്മുടെ ക്യാമറാമാൻ നമ്മൾ അവിടെ നിൽക്കാം അല്ലേ? ഓക്കെ അപ്പൊ തലേ ദിവസത്തെ ഫംഗ്ഷനാണ്. നമുക്ക് ഗോകുലം എന്നെ കാണിക്കൂ, പിടിക്കൂ, നിന്നെ കാണിക്കാലോ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഫാമിലി മാത്രമേ സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ഇന്നെന്തായിരുന്നു? അതെ ഇതാണ് നമ്മുടെ പുതിയ വീട്. അർപ്പിയുടെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് പരിപാടി. ഇവിടെ ആച്ചി ഭയങ്കര ബിസിയാണ് കല്യാണ ചെക്കനെ റെഡിയാക്കുന്നത്. ഹുക്കിട് ആലോന പിന്നെ ഞാൻ കൊല്ലൂട്ടാ. ഒരു വ്ളോഗേഴ്സ് അല്ലേ?
ഉണ്ണിയേട്ടന്റെ ഫാൻസ്. മത്സര കളിവള്ളത്തിരയോട്ടം പെണ്ണിനു കീഴാട്ടം പാടാം കുട്ടനാടി നീളം കേര നിരകളമായ ഒരു ഗാനം ചന്ദനത്തിൽ കരോക്കെ വേണ്ടേ? ലേഡീസ് കൈയടിക്കും. നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണേ? ഉരുക്കി വെച്ച ഇരുമ്പ് പോലെ പൊതട് വന്നിട്ട് அந்த கரண்ட் போது கரண்ட் போல் சாந்தி எனக்கு பூமியில எத்தனையோ பூவி இருக்கு யாருக்கும் தோல்வி இல்லவில்லா അങ്ങനെ എന്താ പറയാ കല്യാണത്തിന്റെ തലേദിവസം എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ആ ദിവസം വന്നെത്താൻ പോവുകയാണ്. കണ്ടോ എന്നെ ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ആരാ നോക്കും. ഇതിനാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഊഹിക്കാം ഇത് എന്തുകൊണ്ട് ഞാനിപ്പോ കാർ ഓടിക്കുന്നു. ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാം. അതെ. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കുറച്ച് നമ്മൾ മാത്രം കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് വളരെ സിമ്പിൾ ആയിരുന്നു. ഭയങ്കര നന്നായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ പാട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ നാളെ ഞങ്ങക്ക് രാവിലെ തന്നെ വന്ദേ ഭാരത് കയറണം. അതിൽ വേണം പോവാൻ. കല്യാണം കഴിഞ്ഞ്. ഹലോ. അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെന്തായിരുന്നു തലേ ദിവസത്തിന്റെ കുറച്ച് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് വീഡിയോസ്. അപ്പൊ ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇന്നൊന്ന് റെസ്റ്റ് ചെയ്തു. നമ്മളൊരു 1/2 മണിക്കൂർ എത്ര പെട്ടെന്ന് എത്തണേന്ന് അറിയത്തൊന്നും അറിയണേയില്ല. രസമുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇപ്പൊ ട്രിവാൻഡ്രം എത്തും. ഭാര്യയുടെ കൂടെ ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ പോണതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തൊരു ഭർത്താവ്. അവിടെ ഇരുന്ന് സിനിമ കാണാൻ വൃത്തിയുണ്ട്. പോടാ. സിനിമ മുഖ്യം. എനിക്ക് വീഡിയോ മുഖ്യം നല്ല താല്പര്യമില്ല. ശരിയാണ്. കാര്യം പറയാൻ ഈ വണ്ടി നിർത്തുമ്പോഴേ ഇവര് പറഞ്ഞേ ശ്രദ്ധിച്ചിറങ്ങണമെന്നോ ശ്രദ്ധ വെച്ചിറങ്ങണമെന്നോ ഞാൻ കേട്ടത്. ഛർദിച്ചിറങ്ങണം എന്നാണോ? ഇറങ്ങുമ്പോ ശ്രദ്ധ കൂടെ ഉണ്ടാവുന്നു. അയ്യേ. അപ്പൊ ഞാൻ ഉണ്ണേട്ടനോട് പറഞ്ഞു, ഉണ്ണേട്ട അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോ, അവിടെ ഇറങ്ങുമ്പോ ശ്രദ്ധ അപ്പൊ ഉണ്ണേട്ടൻ പറഞ്ഞു ഹിന്ദിക്കാരിയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഇറങ്ങുമ്പോ ചോദിക്കും സാമ. ഇതിനാണോ ഞാൻ അത്ര കഷ്ടപ്പെട്ടെടുത്ത ഈ വീഡിയോ? അപ്പൊ എന്ത് ചെയ്യും? നല്ല കോമഡി ആയിരുന്നില്ലേ? നല്ല ചിലപ്പോ വർക്കാവില്ല. അയ്യോ അതെ. അപ്പോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. വേഗം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. ട്രെയിനില് ഒരു കുട്ടിയെ വല്ലാണ്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇല്ല ഉന്നേട്ടം അങ്ങനെയായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് കണ്ണെടുത്തിട്ടത്. അപ്പൊ അറിയില്ലല്ലോ അല്ലേ? നല്ലതാ. AC എന്നിട്ട് തണുപ്പിച്ചോട്ടെ, നല്ല ചൂടുണ്ട്. റാപ്പിഡാ വിചാരിച്ച എന്താ റാപ്പിഡ്? പെട്ടെന്ന് യൂബറിന്റെ ഒരു ഓട്ടം വന്നപ്പോഴാണ് റാപ്പിഡ് വന്നത്. അതല്ലേ? ഇത് എടുത്തു കഴിഞ്ഞപ്പോ അടുത്ത യൂബർ വരും.
ഓഹോ ചേട്ടൻ ഏത് നാട്ടുകാരനാ? ഏത് നാട്ടുകാരനാ? അല്ല അതല്ല ട്രിവാൻഡ്രത്ത് എവിടെയാട്ടാ? ട്രിവാൻഡ്രത്തെ. കഴക്കൂട്ടാണ്. അപ്പൊ വീടിന്റെ അടുത്താലോ നമ്മള് പോണേ? ആ അവിടെ ഒരു കല്യാണം നടക്കണ്ട് ഇപ്പോ നാളെ. അതിലാണോ? അൽസാജിലല്ല, രാജശ്രീയിലെ കല്യാണം. അതിലത്തെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ? അപ്പൊ അറപ്പി നിന്റെ കല്യാണത്തിന് ചേട്ടൻ ഉണ്ടാവില്ല. ഇതേ നമ്മുടെ കല്യാണ ചെക്കൻ ആച്ചി വീഡിയോന് നമ്മള് ഹലോ. അപ്പൊ നമ്മള് ട്രിവാൻഡ്രൊക്കെ എത്തി. നോക്ക് പത്മനാഭന്റെ മണ്ണിൽ ഞാനും രൂപ ഒരുമിച്ച്. പിന്നെ അത് മാത്രല്ല, ഞാൻ എന്താ പറയാ, ആദ്യം പഠിച്ചത് ഇവിടെ ആയിരുന്നു. ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. ഒരു 10-16 വർഷം, 16 അല്ല ഒന്നുണ്ട്, 1-ാം ക്ലാസ്സിലാണ്. അല്ല 1-ാം ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത് ഇവിടെ. അപ്പൊ എത്ര വർഷമായി? ഒരു 10-20 വർഷത്തിന് ശേഷമാണ് ഞാൻ തിരുവനന്തപുരം തന്നെ വരുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം ഭയങ്കര ഹാപ്പിയാണ്. യെസ്. അപ്പൊ നമ്മളെല്ലാവരും റൂമിലൊക്കെ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു. ഞാനും ഗോപിയും അപ്പച്ചാനും അമ്മൊക്കെ കൂടിയിട്ട്. അതെ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് ഇവിടുന്ന് നമ്മളങ്ങനെ കല്യാണം കഴിക്കാൻ വന്നു. അതെ അതെ വേഗം ഇവിടുന്ന് പോയിട്ട് നമുക്ക് പഴവങ്ങാടി പോണം. പഴവങ്ങാടി പോണം. ആറ്റുകാല അടച്ചില്ലെങ്കിൽ ആറ്റുകാലൊന്ന് പോയി തൊഴണം. അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. കാരണം ഇനി വേഗം പോയിട്ട് സാരീൻ്റെ പ്ലീറ്റ്സ് ഒക്കെ എനിക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഞാനും അതും അങ്ങോട്ട് കൂടിയിട്ട് അങ്ങനത്തെ കുഞ്ഞു വില പരിപാടി രാവിലെ നേരത്തെ താലികെട്ട് അങ്ങനെ നമ്മുടെ ചെക്കൻ്റെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന ശുഭപ്രതീക്ഷയോടും കൂടി ഞാൻ ഈ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് ഈശ്വര ഇതൊക്കെ നമുക്ക് സത്യം. ഓക്കെ. ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടു ഡ്രസ്സിന് കറക്റ്റ് മാച്ചിലെ. അപ്പൊ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ. ഓക്കെ. അർപ്പിയുടെ കല്യാണം നമുക്ക് എല്ലാവർക്കും അടിച്ചു പോകാം. ഓക്കെ. ബൈ. ഗുഡ് നൈറ്റ്.